എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. നമസ്കാരം, എല്ലാവർക്കും ഭീമ സിനിമ ചിരുമയിലേക്ക് സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. എല്ലാവർക്കും നമസ്കാരം. ഭീമ സിനിമ ചിരിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ എല്ലാമായ സിദ്ദിഖിനെ വിളിക്കാതെ സിദ്ദിഖ് വന്നു. വെൽക്കം അശോകൻ, വീണ്ടും വന്നതിൽ സന്തോഷം. അതെ, നമ്മളോടൊപ്പം ഇന്ന് ഒരുപാട് കാലം നമ്മളോടൊപ്പം മിമിക്രി അവതരിപ്പിച്ചിരുന്ന മറ്റൊരു കലാകാരനെ കൂടി ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. മറ്റാരുമല്ല, KS പ്രസാദ്. പ്രസാദ് എനിക്ക് തോന്നുന്നത് ഇന്നും വേദിയിൽ നിന്ന് മാറി നിൽക്കാത്തയാൾ പ്രസാദാണ്. ഇപ്പോൾ അശോകൻ വീണ്ടും പ്രോഗ്രാം തുടങ്ങി അല്ലേ? വേദിയിൽ നിന്ന് സിനിമയിലേക്ക് വന്നു. ഇപ്പോൾ സിനിമ ഉണ്ട്, ഒപ്പം കുറെ മിമിക്രി കലാകാരന്മാർ വെച്ചൊരു ട്രൂപ്പും ഉണ്ടല്ലേ? അതേ ട്രൂപ്പ് കൊണ്ടു നടക്കുന്ന ബുദ്ധിമുട്ട് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രസാദിന് ഇപ്പൊ കൂടുതൽ അറിയാം, കാരണം വെച്ചാൽ കുറെ വർഷമായിട്ട് ഇപ്പോഴും ട്രൂപ്പ് കൊണ്ടു നടക്കുന്ന ആളാണ്. 40 വർഷമായി. അതെ, ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നാമത് ഈ ടെൻഷൻ അടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കോർഡിനേറ്റ് ചെയ്യാൻ കൊണ്ടുപോകുക. പക്ഷെ ഇപ്രാവശ്യം എല്ലാവരും നമ്മളൊക്കെ പണ്ട് നടന്ന പോലുള്ളൊരു ടീമിനെ കിട്ടിയപ്പോഴാണ് തുടങ്ങാന്ന് വിചാരിച്ചത്. മുതലാളി ജംഗജഗ. എന്റെ പ്രോഗ്രാമിന്റെ പേര് മുതലാളി ജംഗജഗ. രമണനാണ് അതിലെ പ്രധാന. പഞ്ചാബി ഹൗസിലെ രമണനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഒരു മെഗാ ഷോ നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതിൽ ഡാൻസും പാട്ടും പിന്നെ കോമഡി സ്കിറ്റും എല്ലാം ഉണ്ട്. പക്ഷേ ഈ രമണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് അത് പറഞ്ഞു പോകുന്നത്. അതിനൊരു ക്ലൈമാക്സ് ഉണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷോയാണ്. അനീഫിക്കയുടെ വേഷം അനീഫിക്കയുടെ ഡൂപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മച്ചാൻ പറീസിൻ്റെ വേഷം അത് ഡ്യൂപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ക്യാരക്ടർ, ഈ 3 പേരും കൂടിയാണ് അത് കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത്, ഈ സംഭവം കൊണ്ടുപോകുന്നത്. വളരെ അവതരിപ്പിച്ച സ്ഥലത്തൊക്കെ നല്ല റിപ്പോർട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരു ധൈര്യം പണ്ട് അറിയാമല്ല, ഒരു ഐറ്റം ഉണ്ടാക്കി കളിക്കുന്ന മുമ്പ് ഭയങ്കര ടെൻഷനായിരിക്കും. അതിൻ്റെ റിസൾട്ട് അറിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടിയപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ധൈര്യമായിട്ടത് ഞാൻ പോകുന്നുണ്ട് ആ പരിപാടി. ഈ പ്രസാദ് എനിക്ക് തോന്നുന്നത് അന്നും ഇന്നും ഇപ്പൊ ട്രൂപ്പില്ലാതെ പ്രസാദിന് നടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അതെ, കുടുംബം വീടില്ലെങ്കിൽ കുഴപ്പമില്ല, ട്രൂപ്പ്. അശോകൻ പറഞ്ഞില്ലേ ഈ ടെൻഷൻ എടുക്കാൻ പറ്റില്ല എന്ന്. എനിക്ക് ടെൻഷൻ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എപ്പോഴും ടെൻഷൻ വേണം. ടെൻഷൻ കാശ് കൊടുത്ത് മേടിക്കുന്ന ആളാണ്. ടെൻഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയി പോകും. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയുള്ള 3-4 മാസം പ്രോഗ്രാം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. പ്രോഗ്രാം ഉണ്ട്, ഇപ്പം തന്നെ 4-5 പ്രോഗ്രാം അടുത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ നിന്നാലേ നമുക്ക് തിരക്ക് ഉണ്ടെങ്കിൽ ആ തിരക്കില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ്. നമ്മൾ ആരും അല്ലാത്ത പോലെ ആയിപ്പോകും തിരക്കില്ലെങ്കിൽ. ഇപ്പോൾ 40 വർഷമായി പ്രസാദ് മിമിക്രി ട്രൂപ്പ് അല്ലേ? പ്രസാദിൻ്റെ ട്രൂപ്പിലൂടെ ഒരുപാട് പേര് കടന്നുപോയി. പലരും പ്രശസ്തരായി, സിനിമാ താരങ്ങളായി അല്ലേ? അതെ, പല ലെവലിൽ ജീവിതത്തിൽ പല ഘട്ടത്തിലും എത്തി. പ്രസാദ് ഇപ്പോഴും പുതിയ ആളുകളെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരുപാട് പേരെ സഹായിക്കലാണ് ജോലി. അതല്ല, നമുക്ക് ഈ പല കാലഘട്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊരു 10-15 വർഷം പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അത് നമ്മൾ കുറേ ഐറ്റംസ് ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. എഡിറ്റിങ്ങിന് വേണ്ടി ഞാനിങ്ങനെ റിയാൻ സ്റ്റുഡിയോ മുമ്പ് നിൽക്കുമ്പോൾ തലേദിവസമായിരിക്കും ഷൂട്ടിങ് കഴിഞ്ഞത്. അപ്പം ആർട്ടിസ്റ്റ് ഇതിൽ നടന്നു പോകുമ്പോൾ എന്നെ കാണുമ്പം വളരെ ബഹുമാനമായിരിക്കും. കാരണം അവരുടെ പ്രോഗ്രാം ആദ്യമായിട്ടാണ് TV യിൽ വരാൻ പോണേ. ചേട്ടാ എന്നെ ഓർക്കണില്ലേ, കഴിഞ്ഞ ആഴ്ച എൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അതെന്നാ TV യിൽ വരണേ? ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ഇടും എന്ന് പറഞ്ഞു. നമുക്ക് ഇടായിരിക്കാൻ പറ്റുമല്ലോ, കാശ് മുടക്കി ഷൂട്ട് ചെയ്തേക്കണല്ലേ എന്ന് പറയും. ഇതേ ആർട്ടിസ്റ്റ് തന്നെ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ ഏതെങ്കിലും ചാനലിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പോപ്പുലറായിട്ടുണ്ടാവും. അപ്പോഴും നമ്മൾ ആ റിയാൻ സ്റ്റുഡിയോയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. അപ്പോഴും ചേട്ടാ നമ്മൾ നമ്മുടെ സ്ഥാനം എടുത്തിട്ടുണ്ടല്ലേ ഇന്നലെ? ഞാൻ കണ്ടിരുന്നു, കുഴപ്പമില്ല. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ചില ഐറ്റംസ് നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവും. പിന്നെ പോപ്പുലറായി കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ഐറ്റംസ് ഇത്തിരി മോശമാണെങ്കിലും പോപ്പുലറായി കഴിയുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടുമല്ലോ. വീണ്ടും ഒരു 2 വർഷം കൂടെ കഴിയുമ്പം ഇതേ താരം തന്നെ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് ഒന്നുകൂടെ പോപ്പുലറായിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിയുടെ കൂടെ ആരെങ്കിലും സഹപ്രവർത്തകരൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോഴും നമ്മൾ ഏതെങ്കിലും 1-2 ഐറ്റം പുള്ളിയുടെ എടുത്തിടും. അപ്പോഴേക്കും പുള്ളി അതിൽ നടന്നുമ്പോൾ പറയും, നമ്മുടെ പഴയ സാധനമൊക്കെ എടുത്ത് തട്ടണേ, നടക്കട്ടെ എന്ന് പറഞ്ഞു. കാലം മാറുന്നതനുസരിച്ച് ഇവരുടെ മുഖഭാവത്തിന് ഭയങ്കര വ്യത്യാസം. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പറയും, ഇനി അത് ഇടരുത് കേട്ടോ, എൻ്റെ ഇമേജിനെ ബാധിക്കും എന്ന് പറയും അല്ലേ? അത് സ്വാഭാവികമാണ്. അത് പലരും അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലർ അത് മിണ്ടാത്ത ആൾക്കാരുണ്ട്.
ഇല്ലേ? സിനിമയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ വളർന്നു വരാൻ നമുക്ക് ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി തരുന്നത് അവരൊക്കെ തന്നെയാണ്. ആദ്യം നമ്മൾ ഇതിന്റെ ഒക്കെ പിന്നാലെ നടക്കും. അതെ, ഇപ്പൊ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, നമ്മള് പല സ്റ്റേജ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോയി ചാൻസ് ചോദിക്കും. ഞാനൊരു അല്ല, അപ്പൊ നമ്മൾ 8ലും 7ലും ഒക്കെ പഠിക്കുന്ന ബേസിക്കലി നമ്മൾ തന്നെയാണ്. പക്ഷെ ഈ അതൊക്കെ ഒരു കാലഘട്ടമാണ്, ആ വളർച്ചയുടെ കാലഘട്ടമാണ്. എന്ന് വെച്ചിട്ട് ഇന്നും നമ്മൾ പോയി ചാൻസ് ചോദിക്കുന്നല്ല. ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദർശയെ വിളിച്ചിട്ട് പറയാറുണ്ട്, ആദർശ ഒരു ഷോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഞാൻ സിദ്ദിഖിനോടും പറഞ്ഞിട്ടുണ്ട്, സിദ്ദിഖ് ചെയ്യാൻ നേരത്തെ എന്നെ വിളിക്കണം, ഞാൻ വരാട്ടാ. കാരണം അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ തുടങ്ങിയപ്പോഴാണ് അതിന്റെ ഒരു ഭയങ്കര രസം മനസ്സിലാണ്. ആദർശ ഇപ്പോഴും എന്നെ പ്രോഗ്രാമിന് ഒറ്റയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ ഇതായിട്ട് വിളിക്കാറുണ്ട്. ഭയങ്കര ത്രില്ലാണ് അത്. സ്റ്റേജിൽ നമുക്ക് എപ്പോഴും അതെ, സ്റ്റേജ് കയറുന്നതിന് മുൻപ് വരെയും ഭയങ്കര ടെൻഷനായിരിക്കും. അത് കഴിയുമ്പോൾ ഒരു സന്തോഷം. പിന്നെ അവിടെ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ, അപകടങ്ങൾ, ഇതൊക്കെ നമുക്ക് ഭയങ്കര രസമായിരിക്കും അല്ലേ? ഒരുപാട് അനുഭവങ്ങൾ നമുക്ക്. നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുന്നത്, ഇന്ന് ഷോ നടക്കുമോ ഇല്ലയോ എന്നിങ്ങനെ ഭയങ്കര ടെൻഷൻസ് ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇതുവരെ എനിക്കങ്ങനെ നടക്കില്ലെന്നുണ്ടായിരുന്നു. നിന്റെ ഷോയ്ക്ക് നടക്കരുത് ടെൻഷനൊക്കെ. അങ്ങനെയല്ല, പക്ഷെ ഇതുവരെയും ദൈവം നമ്മളെ ഇതുവരെയും നിരാശപ്പെടുത്തിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ദൈവാനുഗ്രഹം. കുറേ വർഷങ്ങൾ നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ടതിന്റെ ഒക്കെ ഒരു ഇതാണ് അല്ലേ? അപകടങ്ങൾ പറ്റും ചില. അയ്യോ, ഞങ്ങളൊരിക്കൽ ദുബായിലൊരു പ്രോഗ്രാമിന് പോയി, മാർജിൻ ഫ്രീ കോമഡി ഷോ. അന്ന് ഇതെങ്ങനെ അത് തരണം ചെയ്തു എന്ന് എനിക്കിപ്പോഴും ആലോചിക്കാൻ പോലും വയ്യ. കാരണം അതിൽ ജഗദീഷ് പ്രസാദ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ് സുരേഷ് ഗോപിനെ അനുകരിക്കുന്നത്. അപ്പോൾ പുള്ളി അടുത്തതായി സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ട് പുള്ളി വന്ന് ആക്ഷനൊക്കെ ഇട്ട് വന്ന് പുല്ലേ എന്ന് പറഞ്ഞതും ഷോൾഡർ ഇളകി അങ്ങോട്ട് പോയി. പുള്ളിക്ക് ഇവിടെ ചെറിയ പ്രോബ്ലം, ഡിസ്ലൊക്കേഷൻ അടി സാധനം. അപ്പം ഞാൻ നോക്കിയപ്പോൾ പുള്ളി അത് കഴിഞ്ഞ് സ്റ്റേജിൽ പുറത്തോട്ട് ഇറങ്ങി വരുന്നു, ഈ സാധനം താന്ന് കിടക്കുന്നു ഇങ്ങനെ. പുള്ളി ഇരുന്ന് കരയുക ഇങ്ങനെ. അപ്പോൾ അടുത്ത ഒരു പാട്ട് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ ഫിഗർ ഷോയിൽ പുള്ളി 6 ഫിഗർ ചെയ്യണം. പുള്ളി ഇരുന്ന് കരയുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാനാണെങ്കിൽ തളർന്നുപോയി, എൻ്റെ ദേഹം മുഴുവൻ വേർക്കുന്നു. കാശ് കിട്ടിയിട്ടില്ല, ഷോ എന്തായാലും നടക്കൂല എന്നുള്ളൊരിതായി. അപ്പോൾ ഇത് അടുത്ത് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഉടൻ തന്നെ പുള്ളിനെ കാറിലോട്ട് കയറ്റി ഉടൻ തന്നെ ആ ദുബായിലെ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് കിടക്കുകയാണ്. പുറത്തോട്ടങ്ങ് കടന്നതും പറഞ്ഞാൽ വിശ്വസിക്കില്ല, ദുബായിൽ ആ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയൊരു ഗട്ടർ ഉണ്ടായിരുന്നു. ഈ ഗട്ടറിലേക്ക് കാർ പടക്കോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് താഴ്ന്നതും ഈ ഡിസ്ലൊക്കേഷൻ ആയതോ ടെക് എന്ന് പറഞ്ഞ് നേരെയായി, കൈ നേരെയായി. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാറും കൂടെ തിരിച്ചു വന്ന് പറഞ്ഞു, ചേട്ടാ എൻ്റെ കൈ ഓക്കെ എന്ന് പറഞ്ഞ് അടുത്ത ഐറ്റത്തിനും കൂടെ കയറി. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഡിസ്കിന്റെ ഈ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ പോകണ്ട, ഒരു ഗട്ടറിൽ ചാടി. അല്ല, നമ്മളും പത്രത്തിൽ, അതായത് ഭൂമിയിൽ അത് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും. സാധാരണ കുഴി അപകടത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാവുക. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കുഴി ആദ്യമായിട്ടാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ കുഴിയുണ്ട് കേരളത്തിൽ അല്ലേ? ഇന്നാളെ ഞാൻ നോക്കുമ്പോൾ കുറെ പിള്ളേര് ഒരു വലിയ ഗട്ടറിലേക്ക് കുഞ്ഞു കുട്ടികൾ കുമ്പിട്ടിട്ട് വിളിക്കണം. അപ്പൊ എന്താ ചോദിച്ചാ പറഞ്ഞേ, ഞാൻ മാവേലിനെ വിളിക്കണെന്ന്, പാതാളത്തിൽ നിന്ന് വരുമല്ലോ. അത്രയും വലിയ ഗട്ടറാ. എന്താടാ എന്താ മോനെ വിശക്കുന്ന? ഇല്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം? അതായത് നമ്മുടെ കുമാരല്ലേ, കുമാരൻ, നമ്മുടെ വേലക്കാരൻ കുമാരൻ ജാനുല്ലേ, വേലക്കാരി ജാനു. നമ്മുടെ ജാനു. വേലക്കാരി ജാനുനെ വേലക്കാരൻ കുമാരൻ വേലക്കാരി ജാനുനെ ഇല്ല, ഒന്നുമില്ല. എന്താ പറ മോനെ, എന്തിനാ പേടിക്കുന്നത്? പറഞ്ഞ അമ്മയല്ലേ, പറ. അതായത് കുമാരല്ലേ, കുമാരൻ, നമ്മുടെ കുമാരൻ, വേലക്കാരൻ കുമാരൻ ജാനുല്ലേ, ജാനു, നമ്മുടെ ജാനു. വേലക്കാരി ജാനുനെ വേലക്കാരൻ കുമാരൻ വേലക്കാരി ജാനുന ശരിയാവില്ല. എടാ നീ എന്താന്ന് വെച്ചാ പറ, അമ്മയല്ലേ, പറ. അതായത് കുമാരൻ, നമ്മുടെ കുമാരൻ, വേലക്കാരൻ കുമാരൻ. എനിക്ക് മനസ്സിലായി, വേലക്കാരൻ ജാനു, വേലക്കാരി ജാനുന വേലക്കാരൻ കുമാരൻ. ഇല്ല, അത് കുഴപ്പവും. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, മര്യാദക്ക് പറഞ്ഞ എന്താ ഇവിടെ സംഭവിച്ചത്? വേലക്കാരൻ കുമാരൻ ജാനു നമ്മുടെ ജാനു. വേലക്കാരി ജാനുന വേലക്കാരൻ കുമാരൻ കുഴപ്പമാണ്. എന്നെ കൊണ്ട് വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, മര്യാദക്ക് പറയുന്നുണ്ടാ. അതെ, അത് ശരിയാവില്ല. അതാണ് മനുഷ്യൻ, നിങ്ങൾ എവിടെ പോയി കിടക്കുക? ഇങ്ങോട്ട് വന്നേ, ഇവൻ എന്തൊക്കെയാ പറയുന്നത് കേട്ടെ. എന്താ പ്രശ്നം? എന്താണ് ഈ ചെറുക്കനെ കുറെ നേരം എണ്ണിട്ട് വട്ടം കറക്കാൻ? മനുഷ്യൻ ഓഫീസിൽ പോകേണ്ട സമയം, എന്താണ് കാര്യം, എന്താണ് പ്രശ്നം? അതെ,
അതായത് ഒന്നുമില്ല. എന്താണ് കാര്യം? എന്താണ് പറ. കുമാരനില്ല, കുമാരൻ. കുമാരൻ, നമ്മുടെ വേലക്കാരൻ കുമാരൻ. വേലക്കാരൻ കുമാരൻ. അവൻ എന്ത് ചെയ്തു? എന്താ പ്രശ്നം? വേലക്കാരൻ കുമാരൻ. ജാനുല്ല, ജാനു. ജാനു. വേലക്കാരൻ ജാനുല വേലക്കാരൻ കുമാരൻ. ശരിയാവില്ല. എന്താണ് കാര്യം എന്നാണ് പറയുന്നത്? മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാണ്ട് കാര്യം എന്നാണ് പറയാം. വേലക്കാരൻ ജാനുന വേലക്കാരൻ കുമാരൻ കെട്ടിപ്പിടിച്ചു. നീ ഒറ്റൊരുത്തിയാണ് ഇതിന്റെ കാരണം. നിങ്ങളോട് ഞാൻ പണ്ടേ പറഞ്ഞത് ആ വേലക്കാരനെ ഇവിടെ ജോലിക്ക് നിർത്തരുതെന്ന്. നീയല്ല, നിന്റെ നിർബന്ധം കൊണ്ടാണ് ആ വേലക്കാരനെ ഇവിടെ നിർത്തിയത്. അറിയാം. ഇങ്ങോട്ട് വിളിച്ചേ. ഞാൻ പറഞ്ഞ വേലക്കാരി മാത്രം മതി എന്ന് പറഞ്ഞോ. ഇപ്പൊ എന്തായി? വേലക്കാരൻ വേണം, വേലക്കാരത്തി വേണം. നീയാണ് വേലക്കാരിയായിട്ട് നിന്നെ അടിക്കണത്. ഈ ഏരിയ കണ്ടു വരുന്നില്ല. എന്റെ കാര്യം വിശ്വാസി വേലക്കാരി എന്നെ തരണം. പോടാ. അല്ല, ഞാൻ പറയട്ടെ. ഈ ഏരിയ കണ്ടു വരുന്നത്. ഇപ്പൊ സമാധാനമില്ലേ? എന്തേ? ഏപ്രിൽ കാര്യം മറന്നുപോയി. ദൈവമേ, എത്ര വർഷമായിട്ട് നമ്മുടെ വീട്ടിൽ പണിക്ക് നിന്ന മനുഷ്യനാ. എന്തൊരു കഷ്ടമാണല്ലേ. അയ്യോ, ആ പാവത്തിന് വെറുതെ പറഞ്ഞു വിട്ട്. വേലക്കാരി ജാനുല കെട്ടിപ്പിടിച്ചത് വേലക്കാരൻ കുമാരനല്ലേ? പിന്നെ പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കുടമായി വേണം. പത്തരമാറ്റവൾക്കേ ഗാന്ധിമതം സ്വർണം ചാർത്തിടേണം. ഭീമതം സ്വർണം ചാർത്തിടേണം. ഒരു മരിങ്ങനൊക്കെ കളിക്കണ്ടേ? അതെ, സ്വർണം മൂടിട്ടപ്പോഴേ എന്റെ തല ഇറങ്ങി. അതെ, സാധാരണ പെണ്ണുങ്ങൾക്ക് സ്വർണം കാണുമ്പോ കണ്ണ് മഞ്ഞടിച്ചു പോകും. നിനക്ക് തല ഇറങ്ങിയല്ലേ? ചേട്ടാ, ഇതൊക്കെ ഇട്ടിട്ട് എന്നെ കാണാൻ എങ്ങനെയുണ്ട്? എന്റെ പൊന്നെ, എന്റെ സ്വർണ്ണം. നിനക്ക് എന്തിനാണ് സ്വർണം? നിനക്ക് സ്വർണത്തിന്റെ വർണ്ണമല്ലേ? ആണോ? വണ്ണ ഇത്തിരി കൂടുതലാണേ കേട്ടാ. ആ ഇത്തിരി കുറക്കണം. എന്നാലും ഉണ്ടല്ലോ, നിനക്ക് സ്വർണ്ണം എന്തിനാണ്? നീ സ്വർണ്ണ കട്ടിയാണ്. സന്ധ്യക്കെന്തീനു സിന്ദൂരം, ചന്ദ്രികയ്ക്കെന്തീനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസ്വരം, എൻ സ്വർണ്ണക്കെന്തിനാഭരണം. നിന്റെ കെട്ടൂരും വരാൻ കണ്ട സമയം. ഏട്ടാ, എന്നിപ്പോ കാണാൻ എങ്ങനെയുണ്ട്? എടി, ഇതൊക്കെ ഇങ്ങനെ ഇട്ടോണ്ട് വന്നാ വല്ല കള്ളന്മാരും കൊണ്ടുപോകുന്നു. എന്നെയോ? നിന്നെയല്ല, നിന്നെ ഏത് കള്ളന് വേണം? എടി, ഇതൊക്കെ ഇട്ടോണ്ട് പോയാൽ ഇതൊക്കെ സ്വർണ്ണം വല്ല കള്ളന്മാർ അടിച്ചോണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം പറയാം. നമുക്ക് നല്ലൊരു ടെക്നിക്കാണ്. അതായത് ഈ ബാങ്കിലെ ലോക്കറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലേ ഇതൊക്കെ സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. അത് വെറുതെ വെക്കാൻ പറ്റില്ല. മാസം മാസം വാടക കൊടുക്കണം. ആണോ? അല്ല, ബാങ്കിലേ ഇപ്പൊ വേറൊരു സ്കീമുണ്ട്. കാശ് ഇങ്ങോട്ട് തരുന്ന സ്കീമുണ്ട്. കാശ് ഇങ്ങോട്ട് കിട്ടുമോ? അതെങ്ങനെയാ? അതായത് നമ്മൾ ഈ സ്വർണം കൊണ്ടുവന്നിട്ട് ബാങ്കിൽ കൊണ്ട് കൊടുക്കുമ്പോ ഇവർ ഇതെല്ലാം കൂടെ തൂക്കി നോക്കിയിട്ട് ഗ്രാമിന് ഇത്ര രൂപ വെച്ചിട്ട് നമുക്ക് ഒരു എമൗണ്ട് ഇങ്ങോട്ട് തരും, കൂടെ ഒരു രസീതും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴെങ്കിലും നിനക്ക് സ്വർണം ആവശ്യം വരുമല്ലോ, അങ്ങനെ ഈ സ്വർണം എടുക്കണമെന്ന് നിനക്ക് ഇൻട്രസ്റ്റ് വരുമ്പോൾ ആ ഇൻട്രസ്റ്റും എടുത്ത കാശും കൂടെ കൊണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ സ്വർണം നമുക്ക് തിരിച്ചു തരും. പണയം. മനസ്സിലായല്ലേ? ഞങ്ങളുടെ നാട്ടിലതിന് പണയം എന്നാ പറയാ. അപ്പൊ മനസ്സിലായ സ്ഥിതിക്ക് ഉള്ള സത്യം ഞാൻ പറയട്ടെ. ഇനി നിനക്കറിയാമല്ലോ, ഞാനൊരു ബിസിനസ്സിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അതിപ്പോ പലിശയുടെ പലിശ കൂട്ടുപലിശയായിട്ട് ഭയങ്കര കടമായി. ഇപ്പൊ അത് തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്ക് ജപ്തി, ഇവിടെ വന്ന് ജപ്തി ചെയ്യുമെന്നാ പറയുന്ന വീട്. ബിസിനസ് ചെയ്തത് നിങ്ങൾ, കടം വരുത്തി വെച്ചത് നിങ്ങൾ. അപ്പൊ അത് ആരാ കൊടുക്കണ്ടേ? അതിപ്പോ ഞാനാ കൊടുക്കുന്നത്. എന്റെ സ്വർണം തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, എന്നാടി ഞാൻ ഈ പറഞ്ഞ സ്വർണം എന്ന് പറയുന്ന സംഭവം. അല്ല, നീ എനിക്ക് എങ്ങനെയല്ലേ സഹായിച്ചു? എന്റെ സ്വർണം തൊടാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കല്ലേ? അത് ശരി. എടി, നീ എന്ന് സഹായിച്ചു? എനിക്ക് അത്യാവശ്യം നീ തരികയില്ല. ഒരു ഭാര്യ ഇങ്ങനെ ഭർത്താവിനോട് ആരെ താറാവിനെ അടിച്ചു വിട്ടെ? താറാവല്ല, നിങ്ങൾ അച്ഛനാണ്.
എന്തുവാടാ ഇത്? ഓരോ ദിവസം ഓരോ കാര്യങ്ങളാണോ നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാൻ? ഇതെന്താ കാര്യം? എന്റെ പൊന്നച്ഛ, അച്ഛൻ അറിയാമല്ലോ, ഞാൻ ബിസിനസിന് വേണ്ടിട്ട് ഒരു ലോൺ എടുത്തല്ലോ. ബിസിനസിന് ലോൺ എടുക്കുന്ന പതിവാണല്ലോ. അതെ, ആ ബിസിനസ് പൊളിഞ്ഞു പോയല്ലോ. നീ നടത്തിയോണ്ട് പൊളിയും ഉറപ്പാ. അങ്ങനെ പൊളിഞ്ഞു പോയപ്പോ ഈ ബാങ്കിലെ ലോൺ തിരിച്ചടയ്ക്കാത്തോണ്ട് ഇപ്പൊ അവര് വന്നിട്ട് ജപ്തി ചെയ്യുമെന്ന് പറയും. ബാങ്കിന്റെ നടപടിയാണല്ലോ ജപ്തി. അങ്ങനെ ആവുമ്പോ ആര് സഹായിക്കണേ? എന്റെ ഭാര്യ സഹായിക്കണ്ടേ? തീർച്ചയായിട്ടും ഭാര്യയാണ് സഹായിക്കേണ്ടത്. അപ്പൊ അവിടെ സ്വർണ്ണം എനിക്ക് തരണ്ടേ? തരണമല്ലോ. അച്ഛനും സംസാരിച്ചേ. മോളെ, ആ സ്വർണ്ണമൊക്കെ എടുത്താൻ കൊടുത്തേരെ. എന്റെ സ്വർണം തൊടാൻ ഞാൻ സമ്മതിക്കില്ല അച്ഛാ. ആ, അങ്ങനെ എങ്ങാനും കൊടുത്താ ഇടിച്ച് നിന്റെ പരിപ്പ് ഞാൻ ഇളക്കും. ആരുടെ കൂടെ നിൽക്കുന്നേ? ഇവിടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാരാ? ആരാ? നീയല്ലേ? അതെ. കച്ചവടം പൊട്ടിപ്പോയതിന്റെ കാരണം നീ തന്നെയല്ലേ? അതെ. അപ്പൊ ഇത് തിരിച്ചടയ്ക്കുന്നത് നീ തന്നെയല്ലേ? എനിക്ക് രാവിലെ പുട്ടും കടലയും ചോറും ഒക്കെ ഉണ്ടാക്കി തരുന്നത് ഇവളല്ലേ? അതെ. അപ്പൊ ഞാൻ ആരുടെ കൂടെ നിൽക്കേണ്ടത്? എന്റെ കൂടെ നിൽക്കണം. ആ, എന്നിട്ട് വേണം ഞാൻ പട്ടിണി കിടന്ന് ചാകാൻ. മോളെ, പുട്ടും കടല എന്തായി? അമ്മാവും കഴിച്ചോണ്ടിരിക്കുക. അളിയാൻ പിടുത്തം തുടങ്ങിയോ? എന്റെ ദൈവമേ, വല്ല ഉണ്ടേ ഇനി പോയി കഴിക്കാം. അളിയോ, തീർക്കല്ലേ അളിയോ. ആ സ്വർണം തരികയില്ല. ഇല്ല, തരില്ല. നീ തരികയില്ല? ഇല്ല. എടി, നിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. മദ്രാസ് ഫയൽ വരട്ടെ. ആഹാ, അത് നിങ്ങൾ കാണിച്ചിരുന്നു വേണ്ട. ആ ജനല തുറന്നിട്ടാ നന്നായിട്ട് കാണാം. എനിക്ക് ഉറങ്ങി അതല്ല പറഞ്ഞത്. മദ്രാസ് ഫയൽ വരുമ്പോ അതിന്റെ മുന്നിൽ ചാടിച്ചാകിട്ട് 3-4 കഷ്ണമായിട്ട് കിടക്കുന്ന ഞാൻ കാണിച്ചു തരാം നിന്നെ. ആഹാ, അങ്ങനെ 4 കഷണം. ആ സുമതിയുടെ ഭർത്താവ് ഇന്നലെ ട്രെയിൻ തട്ടി മരിച്ചപ്പോ 24 കഷ്ണായതാ. ഇങ്ങോർക്ക് അതിലും പിശുക്ക. ഈ കുടുംബത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു പോയാ മതിയായിരുന്നു. എടി സ്വർണ്ണ, ഇതല്ലേ ഞാൻ പറഞ്ഞത് നമുക്ക് മുങ്ങാന്ന്. എടി, നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രേമത്തിലാണ്. നിനക്ക് കുറെ സ്വർണ്ണം കാശുണ്ടായിട്ട് എനിക്ക് കെട്ടിച്ചു തരുള്ളൂ നീ പറഞ്ഞു. അപ്പൊ നീ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ നിന്റെ അച്ഛൻ ആ ദരിദ്രവാസിക്ക് നിന്നെ കെട്ടിച്ചു കൊടുത്തു. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോഴും നീയാണ്, നിന്റെ മനസ്സിൽ ഞാനും. കിട്ടിയതൊക്കെ കണക്കും സ്വർണ്ണം കൊടുത്തോണ്ട് മുങ്ങാം. അയ്യോ, അച്ഛനും അമ്മാവനും ഉണ്ടെന്ന്. അച്ഛനും അമ്മാവനും പുട്ടയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഭർത്താവ് പുറത്തു പോയേക്കല്ലേ. കിട്ടിയ അവസരം നമ്മൾ പാഴാക്കരുത്. സ്വർണ്ണം കൊടുത്തോ, പാക്ക് ചെയ്തു, നമുക്ക് മുങ്ങാം. മോളെ സ്വർണ്ണേ. അയ്യോ, അമ്മാവൻ രാവിലെ 10:30 വണ്ടിക്ക് രാജാക്കാട് പോവാ. ഇപ്പൊ പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 6-6:30 എനിക്ക് കുടുംബത്തിലേക്ക് എത്താം. അതെ. പുട്ടും കടലൊക്കെ കഴിച്ചോ അമ്മാവ? പുട്ടും കടല് കഴിച്ചോ? ഞാനാ? നീ ഒന്ന് അടുക്കളയിലേക്ക് ചെന്ന് നോക്കിയേ. അതായത് നിന്റെ അമ്മാനപ്പൻ എന്റെ അളിയൻ 10 കുറ്റി പുട്ടും 2 പടല പഴം വെച്ച് പിടിക്കാൻ തുടങ്ങിയതാ. ഞാൻ പുട്ടേ പിടിക്കുമ്പോ എന്റെ കയ്യെ പിടിക്കും, ഞാൻ പഴത്തെ പിടിക്കുമ്പോ എന്റെ കയ്യെ പിടിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിടിയും വലിയായി. പിടി വിട്ടപ്പോ ഞാൻ ഇങ്ങ് പോന്നു. അല്ല, 10:30 ആയിട്ട് അമ്മാവന് പോണ്ടേ? 10:30 അയ്യോ, ഇനിയിപ്പോ പോയിട്ട് കാര്യമില്ല മോളെ. 10:30 ആയില്ലേ, ബസ് വിട്ടു പോയി കാണും. ഞാൻ നാളെ രാവിലെ ഒരു പുട്ടും കടലേക്ക് ഒരു പിടിയും പിടിച്ച് 10:30 വണ്ടിക്കാണ് പോവാ. അല്ല അമ്മാവ, 11:30 ഒരു വണ്ടി ഉണ്ട്. 11:30? വോൾവോ. വോൾവോയോ? അയ്യോ, അതിൽ പോകാൻ പറ്റില്ല മോളെ, വളരെ തണുപ്പല്ലേ. അത് കുഴപ്പമില്ല, അമ്മാവൻ കാലെടുത്ത് വെക്കുമ്പോ തന്നെ AC ഓഫ് ആയിക്കോളും. പക്ഷെ വേറെ കുഴപ്പമുണ്ടല്ലോ മോളെ, വോൾവോ വണ്ടിക്ക് ഒരുപാട് പൈസ ആവില്ലേ? പൈസ മാമന്റെ കയ്യിലാണ് ആകെ 100-150 രൂപയേ ഉള്ളൂ. അതാണോ കാര്യം? ഞാൻ തരില്ലേ പൈസ. മോള് തരുമോ? പോന്നത് പോരട്ടെ. മതി അമ്മാവ. അല്ല മോളെ, ഇപ്പൊ ഞാൻ വോൾവോക്ക് തന്നെ പോകണം. ഇത്രയും കാശ് ഇവിടെ പട്ടിണി പരിവട്ടമല്ലേ. ഇത് ഇവിടെ ഇരിക്കട്ടെ, നാളെ രാവിലെ എനിക്ക് 10:30 വണ്ടിക്ക് ഒരു പുട്ടും പിടിച്ചു ഞാൻ പോവാം. അമ്മാവ, അതെ, നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ പാടില്ല. അല്ല, എനിക്ക് ഇങ്ങനെ പോവാലോ. അല്ല അമ്മാവ, അമ്മായി ഒറ്റയ്ക്കാണ്. അമ്മായി ഒറ്റയ്ക്കാണ്? അയ്യോ, അത് ശരിയാ, ഞാൻ മറന്നുപോയി. മോളെ, വോൾവോ ബസ്സിൽ ഇരുന്നൊരു കിളവൻ പട്ടിണി ഇരുന്ന് ചത്തുപോയെന്നൊരു പത്രവാർത്ത കണ്ട മോൾക്ക് ദുഃഖാവൂലേ? അതെന്താ അമ്മാവ? അല്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അതാണോ? അതൊരു 10-200 രൂപ കിട്ടിയെങ്കിൽ. 200? അമ്മാവന് ഞാൻ 500 രൂപ വരും. തരുമോ? എന്റെ പൊന്നോ, പൊന്നു തോരട്ടെ. എന്റെ പൊന്നോ, മോൾക്ക് നല്ലത് വരും. അപ്പൊ അമ്മ പോട്ടെ. അതെ മോളെ, ഈ മുഷിഞ്ഞു നാറിയ ഷർട്ടും പാൻറ്റൊക്കെ ഇങ്ങനെ ഇവിടെ തൂക്കിയിടല്ലേ? അമ്മാവനൊരു പിടി പിടിച്ച് 4 അലക്കലക്കി വെളുപ്പിച്ചിട്ട് നാളെ രാവിലെ കുളിച്ച് 10:30 വണ്ടിക്കാണ് പോയാ പോലെ. അല്ല, അത് ഞാനല്ലേ അമ്മാവ എന്നും ചെയ്യാറ്. അല്ല, നീ എല്ലാ ദിവസം ചെയ്യണല്ലോ. ഇത് ഞാൻ ചെയ്യാം, ഞാൻ പിടിക്കാതെ പിടിച്ചെടുത്തു. അല്ല, ഇത് കുറച്ച് തുണിയുള്ളൂ. കൂടുതൽ തുണിയുമ്പോ ഞാൻ അമ്മാവനെ വിളിക്കാം. നീ എന്നെ വിളിക്കണോട്ടോ. അപ്പൊ അമ്മ പോട്ടെ. ടാറ്റാ. ആയിക്കോട്ടെ. എന്താ പൊന്നെ, എന്തോ എന്താടാ? തുണിയൊക്കെ അങ്ങ് അലക്കിട്ടേക്കാന്ന് വിചാരിച്ചു. അയ്യോ, ഇവിടുന്ന് എല്ലാവർക്കും തുണി അലക്കലാണല്ലോ. അലക്കാൻ പാടില്ലേ? ഇന്ന് അലക്കാൻ പാടില്ല. ശരി. അതെ, അമ്മാവൻ രാജാക്കാട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവരുത്. ബസ്സിലിരുത്തി ബസ് വിട്ടിട്ടേ നീ ഇങ്ങോട്ട് വരാവൂ കേട്ടോ. എന്റെ കൊച്ചമ്മ കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കാരനെ ബസ്സിൽ കയറ്റി ഇരുത്തിയതല്ലേ. ഫ്രണ്ടിൽ കൂടെ കയറി ബാക്കിൽ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ ബൈക്ക് കൊടുത്ത് ഇവിടെ വന്നപ്പോഴോ നിൽക്കണം അമ്മാവൻ. അതാ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവരുത്. അയ്യോ രാമു, അയ്യോ രാമു, ഞാൻ കൊറേ ദിവസമായി എന്ത് തരണമെന്ന് വിചാരിച്ചിട്ടേ. പറ്റുമെങ്കിൽ ഇതൊന്ന് എന്തെങ്കിലും പറയാൻ നേരത്തെ പറയാൻ പാടില്ല കൊച്ചമ്മ. പറഞ്ഞാ
മതിയോ? അങ്ങനെ വെച്ചെങ്കിൽ സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ പഞ്ചസാര മേടിച്ചോ, പരിപ്പ് ഉണ്ടെങ്കിൽ അത് മേടിച്ചോ, അരി. പലചരക്കായിരുന്നു. ആ മനുഷ്യനെ വരെ കൊതിപ്പിക്കാനായിട്ട് ഓരോന്ന് പറയുകയും ചെയ്യും. ഇടി ഉള്ള സമയം കൊണ്ട് സ്വർണ്ണം കൊടുക്കുക, നമുക്ക് മുങ്ങാം. സ്വർണ്ണത്തെ തൊട്ട് അപ്പ ആള് വരും. എന്റെ പൊന്നെ, വയറ്റിലൊന്നും ഇല്ലെങ്കിലുള്ള കുഴപ്പം ഇതാ, ഗ്യാസ് കയറും. അച്ഛൻ പുട്ട് കഴിച്ചില്ല അച്ഛാ? എന്റെ പൊന്നു മോളെ, എങ്ങനെ കഴിക്കാനാ? അങ്ങോട്ട് എന്നപ്പോ ഞാൻ കാണുന്ന കാഴ്ച എന്നാന്നറിയോ? അളിയൻ പുട്ടേ കിടന്ന് അങ്ങോട്ട് പിടിക്കുക. എന്നാ ഒരു കഷ്ണം പുട്ടെടുക്കാന്ന് പറഞ്ഞ് ഞാൻ കൈ നീട്ടിയപ്പോ എന്റെ കൈ കയറി പിടിച്ചു. എന്നാ ഒരു പഴമെടുക്കട്ടെ എന്ന് വെച്ച് കൈ കയറി പിടിച്ചപ്പോ എന്റെ കൈ കയറി പിടിക്കുക. വയറ് കാര്യമായി എനിക്ക് അപ്പൊ ഗ്യാസ് വരും മോളെ. ഞാൻ വന്ന അതിനല്ല, നീ വന്നേ. നമ്മൾ ആ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ ഈ സ്വർണം നമ്മളെന്ന് പറഞ്ഞാൽ ആരാ ദിലീപനാണോ? അതെ, രമേശനില്ലേ? ആരാ ദിലീപനാണോ? ആ, ദിലീപൻ. ആ രമേശനില്ല. എന്താ കാര്യം? ഞാൻ വെറുതെ കയറിയാണോ? എങ്ങനെയാ പൊട്ടിപ്പുറപ്പെട്ടതാണോ അത് അവതരിച്ചതാണോ? അതല്ല ഞാൻ പെട്ടെന്ന് പുറത്തുനിന്ന് വന്നാ. നീ പുറത്തുനിന്ന് വന്നാണോ? നീ പുറത്തുനിന്ന് വന്നാൽ അകത്ത് കൈ തൊടത്ത ഒരു മുണ്ട് നിന്റെ പുറത്തിട്ടപ്പോ എങ്ങനെ നിന്റെ പുറത്തതായി? അല്ലല്ല, ഞാൻ പുറത്ത് കാറ്റടിച്ച് വീണതല്ലേ? കാറ്റടിച്ച് വീണത് അപ്പൂപ്പൻ താടിയാണോടാ? അല്ല, ഞാൻ രമേശനുള്ളപ്പോ വരാം. രമേശൻ വന്നാ മതി. പോടാ പോടാ. അയ്യോ, ഓരോത്തവന്മാര് അച്ഛനിപ്പോ തിമിരത്തിന്റെ അസുഖമൊക്കെ കുറഞ്ഞു വെച്ചാ? തിമിരത്തിന്റെ അസുഖം ഇവിടെ നിക്കട്ടെ, ഞാനില്ലാത്തപ്പോ ഇവിടെ ചില ഓപ്പറേഷൻ ഒക്കെ നടക്കുന്നില്ലേ? ഇല്ലേ? കേറി പൊടി അകത്ത്. തിമിരവുമായിട്ട് വന്നിരിക്കുന്നു. എന്റെ പൊന്നോ, രക്ഷയില്ലല്ലോ. തലേ പേനോ താരനോ വല്ലോ ഉണ്ടോ? ചെമ്പരത്തി. ഇപ്പൊ ചെമ്പരത്തി പൂ ചെവിയ വെക്കേണ്ട അവസ്ഥയാ. വെക്കണ്ട, ഇതിനെ കണ്ടാൽ അങ്ങനെ തന്നെ തോന്നുന്നു. കാരണം എന്താന്ന് പറയാ? എന്റെ പൊന്നച്ചാ, ബാങ്ക് ലോൺ അടച്ചില്ലേ, ആ പ്രശ്നമാണ് ജപ്തിയും വിഷയവും. ബാങ്ക് ലോൺ അടയ്ക്കുന്നതിനൊക്കെ ചില ബുദ്ധിപരമായ നീക്കങ്ങളുണ്ട്. ഇതോടൊക്കെ എന്നാ പറയാനാ ഞാൻ? ഇതൊക്കെ അറിയണമെങ്കിലുണ്ടല്ലോ കുറച്ച് ആണത്വം വേണം. അതില്ല, അത് പോട്ടെ. പിന്നെ ബുദ്ധി വേണം, അറിയാവോ? പാരമ്പര്യമായിട്ടുള്ളതല്ലേ? അതിന്റെ കുഴപ്പം എവിടാന്നറിയോ? അതിനൊക്കെ അതിന്റെ വകുപ്പ് അറിയാൻ വയ്യാത്ത കൊണ്ടാ. ഇവിടെ സ്വർണ്ണമല്ലേ ഇരിക്കുന്നത്, നിനക്കങ്ങ് എടുത്തോണ്ട് പോയി വിൽക്കാൻ വയ്യേ? എങ്ങനെ വിൽക്കുക? അതിനാണ് ഐഡിയ വേണോന്ന് പറയുന്നത്. എന്താ ഐഡിയ? നീ എന്ത് ചെയ്യണോന്നറിയാവോ? നീ നിന്റെ ഭാര്യയും കൂടെ അവിടെ നാട്ടിൽ ഉത്സവല്ലേ, നിങ്ങൾ രണ്ടുപേരും അവിടെ നാട്ടിലെ ഉത്സവത്തിന് പോണം. അവളെ വീട്ടിൽ കൊണ്ടാക്കണം. നീ എന്ത് ചെയ്യണോന്നറിയോ? ബിസിനസ് ടൂറാന്നും പറഞ്ഞ് നീ അവിടെ നിന്ന് മുങ്ങണം, ഇവിടെ പൊങ്ങണം, അളമായിട്ട് തുറക്കണം, സ്വർണ്ണം എടുക്കണം, പോണം. അത് കൊള്ളാമല്ലോ. പക്ഷെ അതിനെ പോലീസ് പിടിക്കല്ലേ? പോലീസ് പിടിക്കട്ടെ. അപ്പോഴല്ലേ മുളക് പൊടി അങ്ങോട്ട് ഇടുകയല്ലേ? മുളക് പൊടി പോലീസ് നായ്ക്ക് മുളക് പൊടി വലിയ ഇഷ്ടമാണ്. ആ മുളക് പൊടി ഇഷ്ടമല്ല, മണം പിടിക്കാതിരിക്കാനാ. ശരി. അപ്പൊ ഫിംഗർ പ്രിന്റാ? ഫിംഗർ പ്രിന്റിലല്ല, കയ്യുറയുള്ളത്. കയ്യുറയല്ലേ? എന്റെ പൊന്നച്ചാ, ഈ ബുദ്ധി പറഞ്ഞു തന്ന അച്ഛനെ സമ്മതിക്കുന്നു. അച്ഛന് ഇതിനു മുമ്പ് എന്തായിരുന്നു പരിപാടി? അച്ഛനും വേറെ കാര്യം ഞാൻ പറയട്ടെ, നീ ഇത് ലോൺ അടയ്ക്കാനല്ലെന്നും ബാക്കി കൊടുക്കാനല്ലെന്നും ഒക്കെ അച്ഛന് നന്നായിട്ട് അറിയാം. പിന്നെന്തിനാ? നീ ആ പീഡന കേസ് ഉൾപ്പെട്ടെന്റെ കയ്യിൽ കാശ് തിരിച്ചു കൊടുക്കാനുള്ള പരിപാടിയല്ലേടാ? സത്യം പറയടാ. ഇത് അവൾ അറിയരുത്. അവൾ അറിയാതെ ഞാൻ കാര്യങ്ങൾ നോക്കിക്കോളാം. അവൾ അറിഞ്ഞ ഞാൻ പ്രശ്നം. അച്ഛനെന്തെങ്കിലും അറിഞ്ഞു? അച്ഛനെല്ലാം അറിയാൻ പോലെ. എങ്ങനെങ്കിലും അടച്ചില്ലെങ്കിൽ ഞാൻ അകത്ത് പോകും അച്ഛൻ, അതുകൊണ്ടാണ്. മോനെ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ബുദ്ധി അങ്ങ് ഉപയോഗിച്ചാ മതി, കുഴപ്പമില്ലല്ലോ. എങ്കിൽ അച്ഛൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞ ഇന്ന് വൈകി തന്നെ കൊണ്ടുപോയിട്ടാ ഉത്സവത്തിന്. മോളെ നല്ല രസം. റെഡിയാക്കി വളരെ കാര്യം എത്രയും പെട്ടെന്ന് പോയി റെഡിയാ. എടാ, നിങ്ങൾ എന്നും കൂടെ നിങ്ങളുടെ വീട്ടിൽ പോക്കോ, നാട്ടിൽ ഉത്സവമൊക്കെ അല്ലേ? മോളെ അവിടെ ആക്കിയിട്ട് ഇവനെ പിറ്റേ ദിവസം ഈ മദ്രാസിലെ അതിപ്പോ ശരിയാവുകയാണ്. ഇവന് ചെന്നൈയിൽ ഒരു ബിസിനസ് മീറ്റ് ഉണ്ട്. മോനെ അവളെ കൊണ്ടാക്കിയിട്ട് ഇവൻ അങ്ങ് പോകും. പിന്നെ അച്ഛൻ കുറെ നാള് മുമ്പ് ചേർന്നതാണല്ലോ ചോറ്റാനിക്കരെ പോയി വചന വിരുന്നേക്കാവെന്ന്. അപ്പൊ ഇതൊരു നല്ല ദിവസമല്ലേ, ഞാനും പോയി വചന വിരിക്കാം. മോള് റെഡി ആയിക്കേ, പെട്ടെന്ന് റെഡി ആയിക്കേ. എന്റെ ഇവിടെ ഇങ്ങോട്ട് വേടാ. നീ ഒരു കാര്യം ചെയ്യ്, ഈ സാധനം കൊണ്ട് അകത്തൊക്കെ വെച്ചിട്ട് ഈ ഉടുപ്പ് ഷർട്ട് ഒക്കെ ഒന്ന് മാറിയിട്ട് പെട്ടി എടുത്തങ്ങ് പൊക്കോ, വീട്ടിലോട്ട് പൊക്കോ. എന്നോട് ക്ഷമിക്കണം. കടയിലെ പറ്റി തീർക്കാൻ നിന്ന് കാശ് കളഞ്ഞു പോയതല്ല, അങ്ങനെ ഒരു സംഭവം അടിച്ചു മാറ്റിയതാ. എടാ, അതൊക്കെ ഏതെങ്കിലും വേലക്കാരൊക്കെ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല. അതുകൊണ്ടല്ല, നീ ഒരു കാര്യം ചെയ്യ്, ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങ് പൊക്കോ. ഞങ്ങൾ 2 ദിവസം ഇവിടെ കാണത്തില്ല. ഇവന് ഇവിടെ വീട്ടിൽ പോവാണ്, ഞാൻ ഭജനയ്ക്ക് പോവാണ്. പിന്നെ ഇവിടെ ആരും ഇല്ലോ, പിന്നെ നിന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒഴിവാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു ഞാൻ. വല്ല ലീവ് കിട്ടുമല്ലോ. റെഡി ആയിക്കോ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഈ മോഷണത്തെ കുറിച്ച് അതാണ് പറഞ്ഞത് മോനെ. ഈ കല എന്ന് പറയുന്ന ഒരു മോഷണമാണ്. പക്ഷെ മോഷണം എന്ന് പറയുന്ന ഒരു കലയല്ല. ഹലോ, ദിലീപേട്ടാ, ഞാൻ നാട്ടിൽ പോവാ. എന്നെ നാട്ടിൽ കൊണ്ടാക്കിയിട്ട് ഹസ്ബൻഡ് ചെന്നൈക്ക് പോകുന്നു പറഞ്ഞില്ലേ? ഓക്കെ, ഞാൻ എങ്ങനെയെങ്കിലും ചാടി പോന്നോളാം. ഇപ്പൊ
ഇപ്പൊ ഗോൾഡ് അടിച്ചു മാറ്റി ഓടിപ്പോവാനുള്ള ഒരു ഗോൾഡൻ ചാൻസാ. മിസ്സാക്കല്ലേ, വന്നേക്കണേ. ആ അപ്പൊ നാളെ രാത്രി 12 മണി. ഓക്കെ ഓക്കെ. ആ ഇല്ല ഇല്ല ഇല്ല, ഞാൻ അവിടെ തന്നെ നിന്നോളാം. ആ ശരി. അപ്പൊ നാളെ ഇവിടെ ആരും ഉണ്ടാകത്തില്ല. മുതലാളി പാത്തേണ്ടി അവൻ ചെന്നൈക്ക് പോകും. പിന്നെ ഇവിടുത്തെ മുതലാളിച്ച് ശവം പുള്ളിക്കാരത്തി ഉത്സവത്തിന് പോകുന്നു. പിന്നെ ഇവിടുത്തെ കാരണവര് പന്ന കിളവൻ ഭജനയ്ക്കും പോകും. ഞാൻ വീട്ടിലേക്കാണെന്നും പറഞ്ഞ് സ്റ്റാൻഡിൽ പോയി കിടന്നുറങ്ങുന്നു. നാളെ രാത്രി ഇവിടെ വരുന്നു 12 മണിക്ക്. മോട്ടിക്കുന്നു, പോകുന്നു. 12 മണി രാത്രി, ശുഭരാത്രി. ക്ഷമിക്കണം, വീട് മാറിപ്പോയതാണ്. എടാ ഞാൻ എന്തിനാ നിന്നോട് ക്ഷമിക്കണേ? നമ്മൾ ഒരുമിച്ചല്ല വന്നേക്കണേ. നീയാണ് ഒച്ചപ്പാടും വെക്കലുണ്ടാക്കാൻ വീട്ടിൽ കിടക്കുന്നതിന് എഴുന്നേക്കുന്നു. ഞാൻ ഒച്ച ഉണ്ടാക്കും, പാട്ട് പാടും, ചിലപ്പോ അട്ടഹസിക്കും. എടാ വീട്ടുകാർ എഴുന്നേക്കും, കക്കാൻ പറ്റത്തില്ല. കഴുത ഈ വീട്ടിൽ നിന്ന് ആരുമില്ല. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഞാൻ ഇന്നലെ പ്ലംബിങ്ങിനോട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ ചേട്ടല്ലേ, ആളിന്ന് ചെന്നൈയിൽ ഒരു മീറ്റിങ്ങിന് പോയിക്കുക. ചേച്ചി ആണെങ്കിൽ നാട്ടിൽ ഉത്സവത്തിന് പോയേക്കണോ. ഇവിടുത്തെ അച്ഛൻ അവരുടെ ആള് ഭജനിരിക്കാൻ പോയി. വേലക്കാരനവർ പറഞ്ഞും വിട്ടു. അപ്പൊ ഇവിടെ ആരുമില്ല. ആരുമില്ല. ഇത് നമ്മൾ കട്ടുപിടിക്കണ. അതെ, ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിട്ട് നമുക്ക് അടുക്കളയിൽ പോയിട്ട് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച് കട്ടാലോ. നമ്മൾ നക്കാമെന്നാണ് കക്കാമെന്നാണ്? കക്കാമെന്ന്. ആദ്യം കക്കാം, പിന്നെ നക്കാം. മോളെ സ്വർണ്ണേ, അമ്മാവന്റെ വോൾവോ വണ്ടി ഇന്നും പോയി മോളെ. മോളെ ഈ വാതിൽ തുറന്നിട്ട് ലൈറ്റ് ഒക്കെ എടുത്തിട്ട് ഇവർ എവിടെ പോയത്? ഈശ്വര, പേടിയായിട്ടും പോളല്ലോ. മോളെ അമ്മാവൻ ആ പുട്ടും പഴം എടുത്തു വെച്ചോ. ഈശ്വര, പേടിയായിട്ടും പാടില്ലല്ലോ ദൈവമേ. സ്വിച്ച് എവിടെയാണാവോ? ആ ഈശ്വരോ, രാമ 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 രാമ. ആ എന്നെ പറ്റിക്കാൻ വേണ്ടി മോളെ ഒളിച്ചിരിക്കാണല്ലേ? കണ്ടുപിടിക്കും മോളെ. മോളെ ആ ക്ഷമിക്കണം, പിടിക്കപ്പെട്ടു. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ കക്കൻ്റെ അവരുണ്ട്. നീ ഈ സമയത്ത് ഒറ്റ കൊടുക്കാണല്ലേ? പെട്ടെന്ന് പിടിപെട്ടു. ആരാടാ? അതവരുടെ വകയിലൊരു അമ്മാവനാ. അയാളെ ഇവിടെ നിന്ന് ഒഴിവാക്കില്ല, കക്കാൻ പറ്റത്തില്ല. അയാളെ എങ്ങനെയും പേടിപ്പിച്ച് ഓടിപ്പിക്കാം നമുക്ക്. മൊത്തത്തിൽ പുള്ളിക്കൊരു പേടി കിടപ്പുണ്ട്. നമുക്ക് ഒരു പ്രേതാലയമാക്കി മാറ്റി നമുക്ക് പുള്ളിനെ പേടിപ്പിച്ച് തട്ടി കൊന്നു കളയിക്കാം. നീ പോയി ലൈറ്റ് ഓഫ് ചെയ്യേ. അത് വരട്ടെ. എന്തോ ഞാൻ പോയിപ്പോ ലൈറ്റ് ഓൺ ചെയ്തിട്ട് പോയതാണല്ലോ. ഇതാരാ ഓഫ് ചെയ്തത്? ഈശ്വര, തൂങ്ങിച്ചത്ത വീടാ. പേടിക്കണ്ട പേടിക്കണ്ട 100 പ്രാവശ്യം പറഞ്ഞ. എന്നെ പേടിപ്പിക്കണ്ട, ഞാൻ പൊക്കോളാം. ഇത് എന്നെ പൊക്കോളാം. പ്രേതാലയാണോ ദൈവമേ ഇത്? എന്നെ പേടിപ്പിക്കല്ലേ. ഒരു വയസ്സിലാണ്, പാവം, പൊക്കോളാമേ. ഈശ്വര, സ്വിച്ച് എവിടെയാണാവോ? എന്നെ കൊല്ലല്ലേ. എന്തുവാടി ഒരുപാട് പേരൊക്കെ ചിരിക്കണത്? ചേട്ടാ, ഞാൻ ചിരിച്ചപ്പോ കൂടെ ആരാണ്ടൊക്കെ ചിരിച്ചു. ദൈവമേ, സിനിമ ചിരിമ കണ്ട് ചിരിച്ചിരിച്ച് മരിച്ച ആരുടെയെങ്കിലും ആത്മാവായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമോ? അയ്യോ, ഇതാരാ? എടി, നിന്റെ അമ്മാവനല്ലേ ഇത്, രാജാക്കാട്? ഈ പുള്ളി എന്താ ഇവിടെ? അയ്യോ, നമുക്ക് സ്വർണ്ണം എടുത്തോണ്ട് പോവാ. എടി, ഇതേ ശവത്തിന് ഉത്തരവാദിത്തം പറയേണ്ട ഒരു വിളിക്ക്. വിളിക്കണോ? വിളിച്ചു നോക്കടി, നീ വിളിക്ക്. അമ്മാവാ, അമ്മാവോ, എന്തോ അമ്മാവാ. എന്താ? എനിക്കറിയില്ല. ആരെങ്കിലും അവിടെ കിടന്ന് ഓടണ്ടല്ലോ, നിഴലാണോ നമ്മുടെ? ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോ രണ്ടാളും അങ്ങോട്ട് ഓടി. ആ എന്താ? അതെ, നമുക്ക് സമയം കളയണ്ട, സ്വർണ്ണം അടിച്ചോണ്ട് പോവാൻ നോക്കാം അല്ലേ? അയ്യോ അയ്യോ, ഞാൻ താക്കോലെടുത്ത്. ഒറ്റ കീറിയാൻ പറ്റിയതല്ലോ. മോഷിക്കാൻ വരുമ്പോ താക്കോൽ എടുക്കാതെ ചേട്ടാ, നമുക്ക് കുത്തി പൊളിക്കാം. കുത്തി പൊളിക്കാം. എന്തെങ്കിലും സാധനം വേണ്ടേ? അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടോ നോക്കാം.
രാത്രി ശുഭരാത്രി. ഇന്നടിച്ച് പൊളിക്കും മോനെ, ഇന്നടിച്ചു പൊളിക്കും. ഇതാരത്? ഈ കളവ പോയില്ലേ? ബസ്സിൽ കയറ്റി കരുതി ഇങ്ങോട്ട് പോരുള്ളൂ. പുട്ടി ചിലപ്പോൾ തൊണ്ടേ കുടുങ്ങി ചത്തായിരിക്കും പുള്ളി. അത് കുഴപ്പമില്ല, അവിടെ കിടക്ക്. ഈ സാധനം അങ്ങ് കുത്തിപ്പൊളിച്ചിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇവനിവിടെ വന്ന് കയറിയിട്ടില്ലേ? മാസ്ക് വെച്ച് പേടിപ്പിക്കാം. മാസ്ക് വെച്ച് പേടിപ്പിക്കാം. ഒന്നും പറ്റുന്നില്ല. ഇവന്മാരെ ഇന്ന് ശരിയാക്കി കൊടുക്കാമല്ലോ. അതെ, ആവശ്യമുണ്ടോ അറിയണമല്ലോ. അതെ എടി, നമ്മൾ രണ്ടുപേരല്ലേ ഉണ്ടായുള്ളൂ. അപ്പുറത്ത് നിന്ന് രണ്ടുപേരാരാ? ഇല്ലില്ല, വേറെ ആരോ രണ്ടുപേരും കൂടെ ഉണ്ട്. അവർ ഈ അലമാരയുടെ അപ്പുറത്തുണ്ട്. നമുക്ക് പോയി നോക്കാം. അവർ നമ്മളെ കണ്ടെന്നുകൊണ്ട് മാറി പിടിക്കും. ഇല്ല, ഇവിടെ ഇല്ലല്ലോ. ഞങ്ങൾ പോയി ആരൊക്കെയുണ്ട്, നമ്മളെ കണ്ടുപിടിച്ച പറ്റുള്ളൂ. നീ ഇവിടെ ഞാൻ ആകെ ഒന്ന് നോക്കിയിട്ട് വരാം. നീ ഇവിടെ കേട്ടോ, ഞാൻ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് വരാം. ആരോ ഇവിടെയുണ്ട് കേട്ടോ. നിന്നെ ഞാൻ നിർത്തിട്ട് പോന്നല്ലേ? ഞാൻ ഇപ്പുറത്ത് പറഞ്ഞു, അപ്പുറത്ത് കൺഫ്യൂഷൻ ആക്കണ്ടേ? ഇവിടെ നിൽക്കാനാ പറഞ്ഞത്. ഇവിടെ നിൽക്കാനാ പറഞ്ഞത്. അവിടെ നിൽക്കാനാ പറഞ്ഞത്. കോംപ്രമൈസ്. അച്ഛൻ ഭയങ്കര സെറ്റപ്പാണല്ലേ. ഇതൊക്കെ തുറന്നിട്ടാണ് അച്ഛൻ പോയത്. ഈ കിളവനൊക്കെ പോയില്ലേ? ഈ കളവൻ പൂട്ട് പൊളിച്ച് കയറിയതാണ്. അല്ല, ഞാനായത്. എടാടാ, കൊള്ളാവല്ല നീ. രാമുവേ, അങ്ങനെ ശല്യമൊന്നുമില്ല. അലമാര തുറന്ന് ഇതെടുത്തോണ്ട് പോകാം. താക്കോലില്ലേ? ആഹാ, എന്നൊരു കാര്യം ചെയ്യാം. കോടാലി വെച്ച് പെട്ടി പൊളിക്കാം. കോടാലി ഇവിടെ അല്ലല്ലോ, അവിടെയാണല്ലോ. കോടാലി എടുത്തോണ്ട് വരാം. ഇതൊക്കെ എവിടെയാണോ? എവിടെ പോവാ? ഞാൻ കോടാലി എടുക്കാൻ പോയാ. ശരി, ഓക്കെ. ഇതാരാ? ആരാത്? ഇതാരാന്ന്? കോടാലി കൊണ്ട് ഇവിടെ ആരും ഉണ്ടല്ലോ. ഇവിടെ ആരും ഉണ്ട്. ഇവിടെ ആരും ഉണ്ട്. വരട്ടെ 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 വരട്ടെ. ഇവിടെ എന്നാ സംഭവിച്ചേ? ഈ കളവനൊരു കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, ഉള്ള സമയത്ത് അടിച്ചു മാറ്റി വീട്ടിൽ പോവാം. ഹലോ, പുട്ടും കടലേ പിടിക്കാണോ? അല്ല, കൂട്ട് പൊളിക്കുക. എടാ വഞ്ചക. സോറി അമ്മാവാ, ക്ഷമിക്കണം. ആരോടും പറയരുത്. ഞാൻ ആരോടും പറയില്ല. പകുതി എനിക്ക് തന്നാ മതി. അതെങ്ങനെ? 50-50. 75 എനിക്ക് 25 എടുക്കും. ഓക്കേണോ? ഓക്കെ. അടിപൊളി. അടിപൊളിയോ? അടിച്ച് പൊളിക്കടാ. പൊളിയിട്ട് അങ്ങോട്ട് പിടിക്കാൻ അങ്ങോട്ട് തിരിക്കി. ആക്രാന്തം കാണിക്കില്ല അങ്ങോട്ട്. ഇനി ഒന്നും നോക്കാനില്ല. ഇത്രനായതുകൊണ്ട് നമ്മള് അലമാര കുത്തിപ്പൊളിക്കുന്നു, സ്വർണ്ണം എടുത്തിട്ട് പോകുന്നു. ഒന്നും നോക്കാനില്ല. എന്ത് വില കൊടുത്തു, എങ്ങനെ ഭയപ്പെടുത്തിട്ടായാലും ആരെ കൊന്നിട്ടായാലും സ്വർണ്ണം നമുക്ക് കൊണ്ടുപോകണം. അടിച്ചെടുക്കണം.
എന്തുവാടാ മഹാഭാരത യുദ്ധോ? നീ എന്താ പോകാഞ്ഞത്? ഉണ്ടല്ലോ ചായ എടുക്കുന്ന മുതലാളി. ചായ ഇടാൻ പറ്റേ. നീ എന്താ പോകാഞ്ഞത്? എന്താ സ്വർണ്ണം ഒരിക്കലോ അലമാരില്? ഞാൻ വേലക്കാരനല്ലേ, എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അല്ല അച്ഛൻ ഭജനയ്ക്ക് പോയില്ലേ? എടാ മനസമാധാനത്തോടുകൂടി ഞാൻ അങ്ങനെ ഭജന എനിക്ക് ഇവിടെ സ്വർണ്ണം ഇരിക്കല്ലേ, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അല്ല അമ്മാവനോ അപ്പൊ രാജക്കാട്ട് പോയില്ലേ? അല്ല ബസ് പോയി മോനെ. ആണോ? എടി നീ ഉത്സവത്തിന് പോയതല്ലേ, നീ എങ്ങനെ ഇവിടെ വന്നേ? ആ സ്വർണ്ണം മുഴുവൻ ഇവിടെ വെച്ചിട്ട് എനിക്കൊരു സമാധാനം ഇല്ല ചേട്ടാ. എന്റെ കാര്യം തന്നെ, ചെന്നൈക്ക് പോകാനായിട്ട് മനസ്സ് വന്നില്ല, കാരണം സ്വർണ്ണം ഇരിക്കല്ലേ. അതൊക്കെ ഇവിടെ നിക്കട്ടെ, നമ്മളെല്ലാം കുടുംബക്കാരും വേലക്കാരും വീട്ടുകാരും ഒക്കെയാ. ഇവരെന്താ ഇവിടെ കാര്യം? അതെ, ഞാൻ ഇതിലെ വെറുതെ അങ്ങോട്ട് പോയപ്പോ വെറുതെ ഒന്ന് ഇങ്ങോട്ട് കയറി. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി. 2 കള്ളന്മാര് മധുര ചാടി വീടിനകത്തോട്ട് കയറി. ഏതായാലും നമ്മളെല്ലാം കൃത്യസമയത്ത് വന്നു നന്നായി, അല്ലെങ്കിൽ കള്ളന്മാർ സ്വർണം കൊണ്ടുപോയി. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? എടാ നമ്മുടെ ഒന്നും മനസ്സിൽ കള്ളത്തരമില്ല, അതല്ല നമ്മള് കൃത്യമായിട്ട് ഇവിടെ എത്താനുള്ള കാരണം. ഇപ്പോ പ്രസാദ് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ട്രൂപ്പിന്റെ പേരെന്താണ്? കൊച്ചിൻ ഗിന്നസ്. കൊച്ചിൻ ഗിന്നസ്. ഈ അടുത്ത കാലത്ത് CD ഇറക്കിയിരുന്നു അല്ലേ? CD ഇറക്കി, ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച റിലീസായി. അത് കോമഡി ടാക്കീസ് എന്നാണ്. മലയാള സിനിമയുടെ വളർച്ചയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പഴയ ഇംഗ്ലീഷ് സിനിമ, അതിന് ചാർലി ചാപ്ലിൻ, അത് കഴിഞ്ഞ് പിന്നെ മലയാള സിനിമ സത്യൻ മാഷ് വരുന്നു, ജയൻ വരുന്നു, അങ്ങനെ വന്ന് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതുവരെ. അതാണ് കോമഡി ടാക്കീസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഈ വർഷത്തെ. ഓക്കെ, നിങ്ങൾ തമ്മിലപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ആണ്? ഞാൻ അങ്ങനെ അധികം പ്രോഗ്രാം നടത്താറില്ല, നടത്തണമില്ല. കാരണം എല്ലാ പ്രോഗ്രാമിനും അശോകന് പോകാനും പറ്റില്ല. അല്ല, അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാംസ് മാത്രം നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ ഓടി നടന്ന് പണ്ടത്തെ പോലെ നമുക്ക് 5 പരിപാടി അവിടെ, അത് കഴിഞ്ഞ് ക്യാമ്പ്, അങ്ങനെയുള്ള പേര് നമുക്ക് നടത്താൻ പറ്റില്ല. നമുക്ക് നല്ല നല്ല പരിപാടി, നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരത്തെ പോയി നടത്തിയിട്ട് നേരത്തെ വരാൻ പറ്റുന്ന, ഷൂട്ടിങ്ങിനും പോകാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ്. പിന്നെ ചില്ലറ കിട്ടുന്ന, നമുക്ക് ചില്ലറ കിട്ടുമല്ലോ. പിന്നെ അല്ലാതെ പരിപാടി അല്ലെങ്കിൽ പണ്ടേ വിട്ടേനെ 40 വർഷമായിട്ട് കൊല്ലായിട്ട് ഇതുകൊണ്ട് അതുണ്ടാക്കിയ ആള്. അശോകന്റെ നമ്മൾ പറഞ്ഞിട്ടുള്ള ബ്രേക്ക് കിട്ടിയത് ഒരു പിച്ചക്കാരന്റെ വേഷം അല്ലേ? പാർവതി പരിണയത്തിലെ വിശ്വപര സാറിന്റെ. നമ്മൾ പണ്ട് സ്റ്റേജിൽ ചെയ്തിട്ടുണ്ടായിട്ടും അശോകന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഭിക്ഷക്കാരനെ തന്നെ, പള്ളിയിൽ കിടക്കുന്ന ഒരു ഭിക്ഷക്കാരനെയാണ് നമ്മൾ അനുകരിച്ചത്. അപ്പൊ അയാളുടെ കുറെ സംഭവങ്ങൾ നമ്മൾ പിന്നീട് കാസറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ സംഭവങ്ങൾ ഉണ്ട്, അത് അയാളെ വെച്ചിട്ട്, ആ ക്യാരക്ടർ വെച്ചിട്ട് തന്നെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാസറ്റ് ചെയ്ത് സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട് നമ്മള്. അത് ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്ക് എങ്ങനെയായിരുന്നു എൻ്റെ ആ ക്യാരക്ടർ? എങ്ങനെയാ? ഒരു ഭിക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ ഇയാള് ഫാമിലി തന്നെ ഭിക്ഷക്കാരാണ്. അച്ഛനും പിന്നെ മക്കളും ഒക്കെ ഭിക്ഷക്കാരാണ്. അപ്പൊ മൂത്ത ആള് ഒരിക്കൽ ഇങ്ങനെ ഭിക്ഷ നടത്തിയിട്ട്, അല്ല ഇയാളുടെ ആദ്യം മുതൽ പറയാണ്, ഇയാളുടെ ചില പാട്ടൊക്കെ ഇല്ലേ ഇയാള് പാടും. ഇയാൾ പാടുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാല് നമ്മൾ കാസറ്റ് ചെയ്താണ് അത് പണ്ട്. ഇയാള് പാടുന്നത് സിനിമാ പാട്ടുകളൊക്കെ ഇയാളുടേതായിട്ടുള്ള രീതിയിലാണ് ഇയാൾ പാടുന്നത്. ട്യൂൺ മാറ്റും. അതായത് പിച്ചക്കാരനായിട്ട് ഇങ്ങനെ കിടന്നിട്ടാണ് പാടുന്നത്. ഇയാളിങ്ങനെ കിടക്കും, ഇങ്ങനെ ചാക്ക് വിരിച്ച് കിടന്നിട്ട് ഈ കിട്ടുന്ന സമയത്ത് ആദ്യം കരയുമല്ല, കൈകാലാവതില്ലാത്തവനോ ദൈവമേ ഈ പാവപ്പെട്ടവനെന്തെങ്കിലും തരണേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ്. അത് കഴിഞ്ഞിട്ട് ആൾക്കാരില്ലാത്തപ്പോൾ ഇയാളിങ്ങനെ ഒഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ആൾക്കാർ കണ്ണുനീർ തുള്ളിയേ പുരുഷനോട് ഉപമിച്ച കാളിദാസനോ സുപ്രഭാതം. ഇയാളുടെ ഇഷ്ടത്തിന് ഇയാള് വരികൾ ഉണ്ടാക്കിയിട്ട് പാടുകയാണ്. 1000 പാദസോ രങ്ങൾ കിലുങ്ങി അമ്പലപ്പുഴ സുപ്രഭാതം. എല്ലാത്തിനും സുപ്രഭാതം ഉണ്ടോ? സുപ്രഭാതം ഇല്ലാത്തൊരു പാട്ടില്ല. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങല്ലേ സുപ്രഭാതം. ഇന്ന് കർഷകനൊന്നുമില്ലേ? ഇന്നിപ്പോ ഇയാളെ വിളിച്ചു ചോദിക്കും, ഇന്ന് കർഷകനൊന്നുമില്ലേ? കർഷകൻ കണ്ടല്ല, പറയാറായിട്ടില്ല, ലാസ്റ്റ് പറയാ ഞാൻ അവിടെ സുപ്രഭാതം കടം ചോദിക്കും ഞങ്ങള്. ഇയാളുടെ അടുത്ത് കടം വാങ്ങിക്കുവോ? പിന്നെ അവിടെ ഒരു ഗ്യാങ് ഉണ്ട് കടം മേടിക്കണ. പക്ഷെ നല്ല നല്ല മനസ്സുള്ള ഒരു ഭിക്ഷക്കാരനായിരുന്നു. ഇയാളുടേതാണ് നമ്മൾ ഇയാളെ എടുത്തിട്ടാണ് നമ്മൾ സ്റ്റേജിൽ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇയാള് നമ്മൾ ആ ഐറ്റത്തിലുണ്ടായിരുന്ന ഒരു ഫാമിലി ആയിട്ട് കാണിച്ചല്ലേ നമ്മൾ അതിന്റെ ഭിക്ഷക്കാരനായിട്ട്. ഇയാള് ഇവിടെ തെണ്ടിക്കൊണ്ട് നടക്കുന്നതും കാര്യങ്ങളും. ഇയാളുടെ മക്കളെല്ലാം ചോദിക്കും, നിങ്ങളുടെ മക്കളൊക്കെ ഇപ്പൊ എവിടെയാണ്? മക്കള് ഇവിടെ നാട്ടിൽ തന്നെയാണ്, പല അമ്പലങ്ങളിലും പല പള്ളികളിലും പിന്നെ ആൾക്കാർ കൂടുന്നിടത്തൊക്കെയാണല്ലോ ഞങ്ങളുടെ ബിസിനസ് നടക്കണത്, കച്ചവടം നടക്കണത്. അപ്പോൾ മറ്റേ ഒരു ദിവസം ഇങ്ങനെ പരിമല പള്ളിയിൽ ഇങ്ങനെ
തെണ്ടാൻ പോയിരുന്നപ്പോൾ അവിടെ കംപ്ലീറ്റ് ഒരുപാട് ഭിക്ഷക്കാർ ഒക്കെ വെറൈറ്റി, കൈയില്ലാത്തവനും കണ്ണില്ലാത്തവനും പിന്നെ സംസാരിക്കാൻ കഴിവില്ലാത്തവനും പെടഞ്ഞു കിടക്കുന്നവനും ഒക്കെ പല ടൈപ്പ്. അങ്ങനെ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു വെറൈറ്റി ഇല്ല. പിന്നെ കളക്ഷൻ കിട്ടണമെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി വേണമല്ലോ. അങ്ങനെ ഇയാൾ ഒറ്റക്കാലിനായിട്ട് അഭിനയിക്കാന്ന് കരുതി, ഭിക്ഷ ഉണ്ടാന്ന് കരുതി. അങ്ങനെ ഇയാൾ ഒറ്റക്കാലിനായിട്ട് അങ്ങോട്ട് തെണ്ടി. തെണ്ടിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മതലയിൽ ഒരു തുള ഒളിച്ച് ചാരിക്കുന്ന മതലയിൽ അണ്ടി കാല അതിൻ്റെ അകത്തേക്ക് ഇട്ട് എനിക്ക് ഒരു കാലിൽ അതിക്കിട്ട് അമ്മ ഹാലില്ലാത്തവനാണ് എനിക്ക് കരഞ്ഞ്. ഇപ്പൊ കളക്ഷൻ ചെറുതായിട്ട് അവനുള്ളൂ. പിന്നെ ഇയാളുടെ കളക്ഷൻ അങ്ങോട്ട് കൂടി. എങ്ങനെ? അമ്മ ഹാലില്ലാത്തവനാണ് കരച്ചിൽ കൂടിക്കൂടി വരികയാണ്. അപ്പൊ കളക്ഷൻ കൂടി. കളക്ഷൻ കൂട്ടാൻ വേണ്ടി കളക്ഷൻ കൂട്ടാൻ വേണ്ടി കയറണേന്നാണ് ആൾക്കാർ വെച്ചത്. സത്യം അതല്ല. പുറകിന്ന് പട്ടി കടിച്ച് വലിക്കാണ് ഒരു കാലിന്റെ കഷ്ണം നോക്കുമ്പോ ഒരു കാല് മാത്രം അപ്പുറത്ത് വലിച്ച് എങ്ങനെയെങ്കിലും ഇവിടുന്ന് വലിഞ്ഞു പോവാന്ന് കരുതിയിട്ട് സമ്മതിക്കണില്ല. ആൾക്കാരല്ല, പട്ടി സമ്മതിക്കണില്ല. പട്ടി ഓരോ കടിയിലും ആൾക്കാർ ഈ പട്ടികളെ കൂടുതൽ വിളിച്ചോണ്ടിരിക്കണ്. ഒരു പട്ടിയെ കടിയോണെങ്കിൽ പിന്നെ 5-6 പട്ടികളായി. പട്ടികൾ മൊത്തം കടിച്ചടിച്ച് കാല് മാത്രം ഉണ്ടല്ല, എല്ല് മാത്രമായിട്ട് അങ്ങനെ ഒരു സംഭവം. ഇയാളുടെ മകനെ പറ്റി ചോദിക്കും. മകൻ മരിച്ചുപോയി. അതായത് അതൊരു പാട്ടുകാരൻ മരിച്ചു. അയാൾ കന്യാകുമാരിയിൽ തെണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സിനിമാക്കാരനെ പറ്റിച്ചത്, ഒരു സിനിമാ പാട്ട് എഴുതുന്ന ആള് പറ്റിച്ചാണ്. അതായത് കന്യാകുമാരിയും കാശ്മീരും കണ്ണുവെട്ടനും, ഇവ കണ്ണുവെട്ടനായിട്ടാണ് തെണ്ടിയത് കന്യാകുമാരിയിൽ. അപ്പോഴാണ് ഈ പാട്ട് കേട്ടത്, കന്യാകുമാരിയും കാശ്മീരും കണ്ണുവെട്ടൻ ഒരുപോലെയെന്ന്. അങ്ങനെ അവിടുന്ന് കിട്ടിയ ട്രെയിനിന് കന്യാകുമാരി ഇവൻ കാശ്മീരിലേക്ക് വെച്ച് പിടിച്ച് അവിടെ ചെന്ന് തണുത്ത് പറച്ച് മരിച്ചുപോയി.